മഹാത്മാ ചോവാക്കോക്സുയുടെ ശിഷ്യനാണ് ഞാൻ. പിന്നെ ദ ഇന്നർ സയൻസസ് ഇന്ത്യ ട്രസ്റ്റ് കൊൽക്കത്ത, ഇന്ത്യയിലെ ലൈസൻസി ആയിട്ടുള്ള ഫൗണ്ടേഷൻ്റെ സീനിയർ ട്രെയിനറും കൂടിയാണ്. യോഗ പ്രാണവിദ്യയുടെ എല്ലാ ഒട്ടുമിക്ക കോഴ്സുകളും പഠിപ്പിക്കാനുള്ള ലൈസൻസ് എനിക്കുണ്ട്. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്, നമ്മൾ പറയുന്ന വാക്കുകൾക്ക് ശക്തിയുണ്ട്. അതുപോലെ തന്നെ എഴുതുന്ന വാക്കുകൾക്ക് ശക്തിയുണ്ട്. പറയുന്ന വാക്കുകൾക്ക് ശക്തി എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ കേട്ടിട്ടില്ലേ, മുനിമാരുടെയൊക്കെ ശാപത്തെക്കുറിച്ചൊക്കെ, അല്ലെങ്കിൽ അനുഗ്രഹങ്ങളൊക്കെ നീ അത് ജയിച്ചിട്ട് വരൂ, നീ അതിൽ എല്ലാ കാര്യങ്ങളും നീ വിജയിച്ചിട്ട് വരൂ എന്നൊക്കെ പറഞ്ഞ് വിടുന്നത് പോലെ തന്നെ ചിലപ്പോൾ ചില മുനിമാർ ശപിച്ചിട്ടുണ്ടായിട്ടുള്ള കഥകൾ നമുക്ക് കേട്ടിട്ടുണ്ട്. ആക്ച്വലി നമ്മളത് വിചാരിക്കുന്നത് അത് വെറും സങ്കല്പവും കഥയുമാണെന്നല്ലേ. നാം സീരിയസ് ആയിട്ട് പറയുന്ന വാക്കുകൾക്ക് ഇനി അനിഷ്ടത്തോടു കൂടി ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ വഴക്ക് പറയുമ്പോൾ ആ പറയുന്ന വാക്കിൻ്റെ ശക്തി, ഇൻറ്റൻഷൻ ഉണ്ടായിട്ടല്ല പറയുക, പക്ഷെ ഇൻറ്റൻഷൻ ഇല്ലെങ്കിലും ആ പറയുന്ന വാക്കുകളുടെ ശക്തി അത് ആപത്ത് സൃഷ്ടിക്കുമെന്നുള്ളതാണ്. നമുക്കറിയില്ല അതുകൊണ്ടാണ് സംഭവിച്ചതെന്ന്. ഇപ്പോഴും അറിയണം, ലോകത്തെല്ലാം നിർമ്മിച്ചിട്ടുള്ളത് ഊർജം കൊണ്ടാണെന്ന് നമുക്കറിയാമല്ലോ. ചിന്തയും വാക്കുകളും അതുപോലെ തന്നെ നമ്മൾ എഴുതി വയ്ക്കുന്നതിനും ശക്തിയുണ്ട്. രജിസ്ട്രേഷൻ നടത്തില്ലേ, നമ്മൾ സ്ഥലമൊക്കെ രജിസ്ട്രേഷൻ നടത്തില്ലേ, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ രജിസ്ട്രാർ ഓഫീസിൽ പോയിട്ട് ചെയ്യാറുള്ള പോലെ തന്നെ നാം എന്തെങ്കിലും ഒരു കടലാസിൽ എഴുതുമ്പോൾ നമ്മുടെ സോള്, നമ്മുടെ ചിന്ത അവിടെ ഉണ്ടാകുന്നു. ആ ചിന്തയിൽ കൂടെ നമ്മളത് ശ്രദ്ധിച്ച് എഴുതുന്ന സമയത്ത് നാം ഈ പ്രകൃതിയിൽ ഒരു രജിസ്ട്രേഷൻ നടത്തണം. നിങ്ങളുടെ ഒരു ആഗ്രഹത്തെ, നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, പല ആഗ്രഹങ്ങളുണ്ടാവും ജീവിതത്തിൽ, ഒട്ടനവധി സ്വപ്നങ്ങളുണ്ടാവും മനുഷ്യർക്ക് എല്ലാവർക്കും അല്ലേ. അപ്പോൾ ഒരു പുസ്തകം എടുത്തു വെച്ച് അതിൽ ഓരോന്നോരോന്നോരോന്ന് എഴുതി വയ്ക്കുക. അതിനുവേണ്ടി ഒരു ബുക്ക് പ്രിപ്പയർ ചെയ്യുക. അതിൽ ഓരോ ആഗ്രഹങ്ങൾ, ആദ്യം ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ എഴുതുക. ഒരു ഐസ്ക്രീം കഴിക്കണം, അല്ലെങ്കിൽ ഒരു കാഞ്ചീപുരം പട്ടുസാരി എടുക്കണം, വലിയൊരു ബ്രാൻഡഡ് ഷർട്ട് ആൻഡ് ജീൻസ് വാങ്ങണം. ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നല്ലത് തന്നെ. ആഗ്രഹിക്കുന്നതിനും ചിന്തയുണ്ട്, ആ ചിന്തയ്ക്ക് ശക്തിയുണ്ട്. അതുപോലെ തന്നെ എഴുതി വയ്ക്കുന്നതിനും ശക്തിയുണ്ട്, പറയുന്ന വാക്കുകൾക്കും ശക്തിയുണ്ട്. ശാപത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ അനുഗ്രഹവർഷങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ പറയുന്ന വാക്കുകളെക്കാളും അതുപോലെ തന്നെ എഴുതി വയ്ക്കുന്നതിനേക്കാളൊക്കെ വളരെ ശക്തമാണ് ചിന്തിക്കുക എന്നുള്ളത്. ചിന്ത എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ കിടന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അതിങ്ങനെ ആ ചിന്ത സെർട്ടനിറ്റിയിലേക്ക് പോകും. ഒരു ചിന്തയുടെ അത് ആവശ്യമായിട്ട് വരും. നമുക്ക് ആവശ്യമായിട്ട് വരുമ്പോൾ അതിനൊരു ആ തോട്ട് ഫോം വളരെ അപാരമായി ജനറേറ്റ് ചെയ്യും. നാം വിചാരിക്കുന്നതല്ലേ, അതൊന്നും അത്ര വലിയ കാര്യമില്ല. നമുക്ക് വിചാരം എത്രമാത്രം ശക്തമാണോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വേണമെന്ന് സെർട്ടനിറ്റിയോട് കൂടി നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് അത് വന്നു ചേരും. അത് ഈ ഒരു പ്രകൃതിയുടെ താളമാണ്, പ്രകൃതിയുടെ തത്വമാണ്. ഈ പ്രപഞ്ചം അതിലുള്ള അതിസൂക്ഷ്മമായ പരമമായ വലിയൊരു സത്യമുണ്ട്, ഒരു ശക്തിയുണ്ട്. പ്രത്യേകിച്ച് രൂപമോ ഭാവമോ ഒന്നുമില്ലാതെ എല്ലാം അറിഞ്ഞിരിക്കുന്ന അതിൻ്റേതായ കോൺഷ്യസ്നെസ് ഉള്ള ചിന്തകളെ കണ്ടാലും എഴുതുന്നത് കണ്ടാലും പറയുന്നത് കേട്ടാലും ഒക്കെ അവിടെ അതിനെ സോബീറ്റ് അല്ലെങ്കിൽ ആമേൻ, ആമീൻ എന്നൊക്കെ പറയുന്ന ഒരു ശക്തി അവിടെയുണ്ട്. അല്ലെങ്കിൽ ആ ശക്തിയുടെ ഉപഘടകങ്ങളുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം സ്ഥിരമായിട്ട് ചിന്തിച്ചാൽ അത് സംഭവിക്കും. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. ഒന്നിനെ മാത്രം നനച്ചിരുന്നാൽ നമുക്കത് വന്നു ചേരുന്നത്. ഇതൊരു കവിതയിൽ ആരോ പാടുന്ന കേട്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ട ആരാണ് എനിക്ക് തോന്നുന്നത്, ഓക്കെ, ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല. വിശ്വാസത്തോടെ ചിന്തിച്ചു കൊണ്ടിരിക്കുക നമ്മളൊരു കാര്യത്തെക്കുറിച്ച്. അപ്പോൾ അത് ഈ ചിന്തയ്ക്ക് എൻ്റെ മാസ്റ്റർ മഹാത്മാ ചോവാക്കോക്സുയുടെ ഭാഷയിൽ
ചിന്തയ്ക്ക് ഒരു ഗൺ പൗഡറിൻ്റെ ശക്തിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ചിന്ത എത്രമാത്രം തീവ്രമായിട്ടാണോ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഇച്ഛ അല്ലെങ്കിൽ അതിൻ്റെ തീക്ഷ്ണമായ ചിന്ത അത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുമെന്നുള്ളതാണ്. ഒരു വെടിയുണ്ടയുടെ പൗഡർ പോലെയാണെന്ന് പറയുമ്പോൾ അറിയാലോ, അതിൻ്റെ ആ ചിന്തയുടെ ശക്തിക്കനുസരിച്ച് അത് നന്മകളും ഉണ്ടാകും, അതുപോലെ തന്നെ നാശങ്ങളും വിധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നാം നമ്മുടെ ചിന്തകളെയൊക്കെ റെഗുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. നാം വിചാരിക്കും നമ്മളിത് വെറുതെ അങ്ങനെ വിചാരിക്കണതല്ലേ, അപ്പോൾ അത് അങ്ങനെ വിചാരിച്ച് കൊണ്ടിരിക്കുമ്പോൾ അത് അങ്ങനെ ദേഷ്യത്തിൽ ഓർക്കുമ്പോൾ മറ്റാൾക്ക് അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അത് നമ്മുടെ ചിന്ത മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ വെറുതെ നിസ്സാരമായിട്ട് ചിന്തയെ കാണരുത്. ചിന്തയും ഊർജ്ജമാണ്, ഈ പ്രകൃതിയിലെ എല്ലാതും ഊർജ്ജമാണ്. ഊർജ്ജത്തിന് അതിൻ്റെ അപാരമായ ശക്തികളുണ്ട്. പ്രത്യേകിച്ച് അത് കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടും, അത് അവിടെ തന്നെ സംഭവിക്കും. അപ്പോൾ തെറ്റായ ചിന്തകൾ നമ്മെക്കുറിച്ച് തന്നെ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് തെറ്റായിട്ടുള്ള ചിന്തകൾ തുടങ്ങുമ്പോൾ മനസ്സിൽ വരുമ്പോൾ തന്നെ അതിനോട് ഉള്ളിൽ നിന്ന് ചിന്തയോട് പോകാൻ പറയണം. വെറുപ്പോട് കൂടിയല്ല, സ്നേഹത്തോടു കൂടി അതിനോട് പോകാൻ പറയണം. വെറുപ്പോട് കൂടി പറഞ്ഞാൽ എന്തിനെ വേണ്ട എന്ന് വിചാരിക്കുന്നു, അത് കൂടുതൽ നമ്മളിലേക്ക് ശക്തിയായിട്ട് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു പുഞ്ചിരിയോടുകൂടി ഈ ചിന്ത എനിക്ക് ആവശ്യമില്ല, അത് ഈ പ്രകൃതിയിൽ അലിഞ്ഞു പോകട്ടെ എന്ന് പറയാം. എൻ്റെ ചിന്ത പ്രകൃതിയിൽ അലിഞ്ഞ് അതിന് മാറ്റം ഉണ്ടാകട്ടെ. ഈ സൂര്യപ്രകാശം എൻ്റെ ചിന്ത പുറത്തേക്ക് തള്ളി വന്ന് അത് സൂര്യപ്രകാശമേറ്റ് അത് ഡിസെൻറ്റിഗ്രേറ്റ് ആവട്ടെ, വേറൊരു നല്ല ഊർജ്ജമായി മാറട്ടെ എന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആലോചിക്കാമെന്നുള്ളതാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇത് യാഥാർത്ഥ്യമാണോ എന്ന് സംശയം തോന്നാം. പക്ഷെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. നിങ്ങളൊന്ന് തന്നെ നനച്ചിരുന്നാൽ അത് സംഭവിച്ചു ഇടും, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. നല്ല ചിന്തകൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ചിന്തിച്ചത് കൊണ്ട് അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഉറപ്പിച്ചു പറഞ്ഞു അല്ലേ. പക്ഷെ അതിൻ്റെ പിന്നിൽ ചില സയൻസ് ഉണ്ട്. നാം ചിന്തിക്കുന്നത് എത്ര സെർട്ടനിറ്റിയോട് കൂടിയാണെങ്കിലും ആ സെർട്ടനിറ്റിക്കൊരു ശക്തി ഉണ്ടായിരിക്കണം. നാം ഉറപ്പില്ലാതെ ഒരു ചിന്ത അത് നടക്കുമോ, അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഒരു കാര്യം അത് അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ കേട്ട് വളർന്നുള്ളത് അതൊന്നും ശരിയാവില്ല, അത് പറ്റില്ല, അത് നിന്നെ കൊണ്ട് അത് സാധിക്കില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യം നടക്കില്ല. നമ്മൾ അത്രമാത്രം സാമ്പത്തികമായിട്ടുള്ള ലെവലിലേക്കൊന്നും വരാൻ സാധ്യതയില്ല. നമ്മുടെ പാരമ്പര്യമൊക്കെ അത്ര സാമ്പത്തികമായിട്ടുള്ള ആളുകളല്ല. അതുകൊണ്ട് നീ ചെയ്യുന്ന ബിസിനസ് നന്നാവില്ല, നീ അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടി തന്നെ പറയുന്നതാവും അല്ലെങ്കിൽ വിചാരിക്കുന്നതാകും. വീട്ടിൽ നിന്ന് തന്നെ ഈ ചിന്ത തുടങ്ങുമെന്നുള്ളതാണ്. അതിന് ഇത്രയും പണമൊക്കെ ചിലവാക്കി അങ്ങനത്തെ ചിലവാക്കിയിട്ട് അത് എങ്ങനെയും നന്നായി വന്നില്ലെങ്കിൽ അത് അവൻ സങ്കടപ്പെടുമോ അല്ലെങ്കിൽ അവൾക്ക് വിഷമമോ എന്നൊക്കെ നാം ചിന്തിക്കുന്നതും ഒരു ചിന്തയുടെ നെഗറ്റീവ് ക്യാരക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചിന്ത അത് അവർക്ക് സ്വാധീനം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെയാണ് നമുക്കൊരു കാര്യം വേണമെങ്കിൽ അത് വേണമെന്ന് വിചാരിക്കാനായിട്ട് നമുക്ക് ശക്തി ആർജിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള അഴുക്കുകൾ പോകണം. നമ്മുടെ ഉള്ളിൽ സംശയത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും ഒക്കെ ഊർജ്ജങ്ങളുണ്ട്. നമ്മുടെ ഓരോ എക്സ്പീരിയൻസുകളിൽ നിന്ന് തന്നെയാണ് അത് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച് വളർന്നു വന്ന സാഹചര്യങ്ങളിൽ തന്നെയാണ് അത് ഉണ്ടായിട്ടുള്ളത്. മറിച്ച് നമ്മൾ ആത്മീയ ശുചീകരണം, ഒരു ആത്മീയ പാത തിരഞ്ഞെടുക്കുക, അത് റൂട്ടഡായി ഡിവൈൻ കണ്ടക്ടിവിറ്റിയും അതുപോലെ തന്നെ ഭൂമിയുമായിട്ടും കണ്ടക്റ്റീവായിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെ ഉയർന്ന ഒരു തലത്തിലേക്ക് ദൈവികമായ സദ്ഗുണസമ്പന്നമായി സമ്പന്നതയുണ്ട് അവിടെ. അപ്പോൾ സദ്ഗുണത്തിൻ്റെ സമ്പന്നത ഡിവൈൻ കണ്ടക്ടിവിറ്റി കൂടെ നമുക്കുണ്ട്. അതുമാതിരി മദർ എർത്തായിട്ട് റൂട്ടിങ്ങും കൂടെ കണക്റ്റഡ് ആകുമ്പോൾ അപ്പർ റൂട്ടിങ് ആൻഡ് ലോവർ റൂട്ടിങ് സംഭവിക്കുമ്പോൾ നാം ഭൂമിയിൽ ഏറ്റവും മികച്ച ഒരാളായി, ആരോഗ്യവാനായി, സമ്പന്നനായി, ദൈവാനുഗ്രഹത്താൽ നിലനിൽക്കുന്നത് സാഹചര്യം ഒരുങ്ങും. അതിനു മുന്നേ നാം ചെയ്യേണ്ടതാണ് നമ്മുടെ ഉള്ളിലുള്ള വീക്ക്നെസ്സുകൾ. നമ്മൾ മനുഷ്യനായിട്ട് ജനിക്കുമ്പോൾ പലതും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. അതായത് പല തിന്മകളുടെയും സ്വഭാവങ്ങൾ നമ്മളുടെ വീക്ക്നെസ്സുകളായിട്ട് ജന്മം കൊണ്ടുണ്ടായിരിക്കാം. അപ്പോൾ അതിന് കളയാനാണ് ഈ യോഗ പ്രാണവിദ്യയിലെ പരിശീലനങ്ങളൊക്കെ ഉള്ളത്. അതിനെ അത് ധ്യാന സമ്പ്രദായങ്ങളുണ്ട്, അതിന് ചില പ്രത്യേക യോഗിക് ബ്രീത്തിങ്ങുകളുണ്ട്. അതുപോലെ തന്നെ ഹഠയോഗങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ശരീരത്തിലെ മർമ്മക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട
കാര്യങ്ങൾ ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ റൂട്ടിങ് നടക്കേണ്ടതുണ്ട്, അപ്പർ റൂട്ടിങ് നടക്കേണ്ടതുണ്ട്, ചില മുദ്രകൾ പരിശീലിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ചെയ്ത് നമ്മുടെ ഉള്ളിലെ വീക്ക്നെസ്സുകൾ, ഇനിയും അതുമല്ല കുറേ കൂടി ഹയർ ലെവലിലേക്കൊക്കെ പോകുമ്പോൾ ചിന്തകളുടെ ശക്തി കൂടുതൽ പ്രകടമാക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ബ്ലൂ ട്രയാങ്കിൾ അല്ലെങ്കിൽ ബ്ലൂ ടെട്രാഹീഡ്രൻ പോലുള്ള വളരെ അത്ഭുതകരമായിട്ടുള്ള നമ്മുടെ ചീത്തകളെ മുഴുവൻ നശിപ്പിക്കാൻ ശക്തിയുള്ള മഹാത്മാ ചുവാക്കോക്സി, മാ ഷാർലറ്റൊക്കെ തയ്യാറാക്കിയ വലിയ വലിയ ഗുരുപരമ്പരകൾ വളരെ സ്വകാര്യമായി ചെയ്തിരുന്ന പരിശീലനങ്ങളൊക്കെ അവർ റിവീൽ ചെയ്തിട്ടുണ്ട്, പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഭാഗമാണ് ബ്ലൂ ടെട്രാഹീഡ്രൻ എന്നൊക്കെ. അത് നമുക്ക് നമ്മുടെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഈ ഗാർബേജ്, നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ക്വാളിറ്റീസിനെയൊക്കെ നമുക്ക് നശിപ്പിച്ച് കളയാനായിട്ട് സാധിക്കും. നമ്മുടെ പേടി, വിശ്വാസമില്ലായ്മ, ഒരു വിശ്വാസത്തിന് വളരെ പ്രധാനമുണ്ട്. നമുക്കത് 100% വിശ്വസിക്കാനായിട്ട് സാധിച്ചാൽ അത് നടക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 100% വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ആ 100% വിശ്വസിക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈ ബ്ലോക്ക്ഡ് എനർജീസാണ്. അത് നടക്കുക, അത് സംശയമായിരിക്കുക, വിശ്വാസം ആവാൻ ഞാൻ നല്ലപോലെ വിശ്വസിക്കുന്നു, ഞാൻ നല്ലപോലെ വിശ്വസിച്ച് ആഗ്രഹിക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയും അത് നടക്കാൻ പോകുന്ന കാര്യമാണോ എന്ന്. പണ്ട് ഒരിക്കൽ ഒരാൾ ഒരു മല ഇറങ്ങി വരിക, പെട്ടെന്ന് അയാൾ കാല് തെന്നി വീണപ്പോൾ അയാൾക്കൊരു വള്ളിയുമ പിടികിട്ടിയപ്പോൾ അപ്പം ഞണ്ടി കിടന്നിട്ട് ആൾ പ്രാർത്ഥിച്ചു, ഗുരുവായൂരപ്പ ഞാൻ അങ്ങേ എന്നും വിളിക്കണതല്ലേ, ഞാൻ അങ്ങേ ഫോട്ടോ എൻ്റെ വീട്ടിൽ വെച്ച് വിളക്കൊക്കെ വെച്ച് ആരാധിക്കുന്നതല്ലേ, എന്നെ ഒന്ന് രക്ഷിക്കൂ, സന്ധ്യ മയങ്ങ നേരമാണ്. അപ്പോൾ ഗുരുവായൂരപ്പൻ അതിലെ വന്നു, അദ്ദേഹത്തിൻ്റെ അവിടെ വന്നു, ഓടക്കുഴലൊക്കെ ഊതി വന്ന് എന്താ പ്രശ്നം എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഈ വള്ളിപ്പടർപ്പിൽ തങ്ങി കിടക്കുക, എനിക്ക് ചോട്ടിലേക്ക് എത്തേണ്ടതുണ്ട്, അങ്ങനെ ഒന്ന് ഇവിടുന്ന് പൊക്കി ശരിയായിട്ടുള്ള ഇതിൽ വെക്കണം. അപ്പോൾ ഗുരുവായൂരപ്പൻ പറഞ്ഞു, ദിറ്റ് ഈസ് നോട്ട് ദാറ്റ് മച്ച് പ്രോബ്ലം, യു ക്യാൻ ടേക്ക് യുവർ ഹാൻഡ്സ് ഫ്രം ദ റൂട്ട്സ് ദാറ്റ്. ആ പിടികിട്ടിയ വള്ളിയിൽ നീ അപ്പോൾ ഒന്ന് വീടിട്ടോ. ഇംഗ്ലീഷിലാണ് ഗുരുവായൂരപ്പൻ പറഞ്ഞത്. അപ്പോൾ ആൾക്ക് പക്ഷേ ഇംഗ്ലീഷൊക്കെ അറിയുന്നതുകൊണ്ട് ആളത് സ്വീകരിച്ചു. അത് സ്വീകരിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, അയ്യോ അത് പോട്ടെ, അതൊക്കെ ഭഗവാൻ അങ്ങനെ പറഞ്ഞു, ഞാനിപ്പോൾ അതൊന്നും കയ്യൊന്നും ഇടാൻ പോണില്ല, കാരണം ഞാൻ താഴേക്ക് വീണ് ചിന്നിച്ചിതറി പോകും. അപ്പോൾ ഗുരുവായൂരപ്പൻ പറഞ്ഞു, സുഹൃത്തെ നീ കൈ വിട്ടോ, നീ അങ്ങോട്ട് അതുകൊണ്ട് നിനക്കൊന്നും സംഭവിക്കാൻ പോണില്ല, ഞാനല്ലേ പറഞ്ഞത്. പക്ഷേ ആൾ കൈ വിട്ടില്ല. അത് ശരിയാവില്ല. അങ്ങനെ നേരം വെളുത്തു. അവിടെ ഞണ്ടി കിടന്നു അയാൾ ആ വള്ളി പടർപ്പിൽ. എന്നിട്ട് നേരം വെളുത്തപ്പോൾ ആൾ താഴേക്ക് നോക്കിയപ്പോൾ താഴെ ഒരു പ്രതലമാണ്, ഇറങ്ങി പോകുന്ന അടുത്ത സ്റ്റെപ്പിലിൻ്റെ അവിടെ എത്തി. ആ ഇറങ്ങി പോകുന്ന വഴിയിലെ ആളാണ് നിൽക്കണം. അപ്പോൾ വള്ളി വിട്ടാലും ആൾ നിലത്ത് തന്നെ നിൽക്കുമായിരുന്നു. അത് കാണുന്നില്ല, ചോട്ടിലേക്ക് നോക്കണില്ല, പരിഭ്രമിച്ച് സഹായത്തിന് വിളിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇതാണ് ഇത് ഒരു കഥ പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ശക്തി. നമ്മളെല്ലാ ദേവന്മാരെയും ദേവിമാരെയും ദൈവങ്ങളെ എല്ലാ മതപാരമ്പര്യങ്ങളും അവർ വളരെ വിശ്വസിച്ച് ആത്മാർത്ഥമായി പ്രണയിച്ച് വിശ്വസിച്ച് സ്നേഹിച്ച് ആണ് അവർ ചെയ്യുന്നത് എന്ന് അവർ സങ്കല്പിക്കുമ്പോൾ അതിന് എത്രമാത്രം സത്യമുണ്ട് എന്നുള്ളതാണ്. നാം കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചാലും അതിൻ്റെ ഉള്ളിലൊരു സംശയം നിലനിന്നാൽ അത് ആ ചിന്തയ്ക്ക് അല്ലെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ ശക്തി കുറഞ്ഞിരിക്കും. അങ്ങനെ വിശ്വസിച്ചാൽ നമുക്കൊന്നും മാനിഫെസ്റ്റ് ചെയ്യപ്പെടില്ല. നാം വിശ്വസിക്കാൻ പഠിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള പഴയ കാലങ്ങളിൽ, ചെറുപ്പകാലങ്ങളിൽ നമ്മളിൽ വന്ന് നിറഞ്ഞു കിടക്കുന്ന ചീത്തകളെ, ആ തടസ്സങ്ങളെ, ആ കോൺഫിഡൻസ് ഇല്ലായ്മയെ, ധൈര്യമില്ലായ്മയെ, വിശ്വാസമില്ലായ്മയുടെ അഴുക്കുകളൊക്കെ നമ്മൾ ഹീൽ ചെയ്ത് എടുത്ത് കളഞ്ഞ് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ആന്തരികമായിട്ടുള്ള ഊർജ്ജ ശരീരങ്ങളൊക്കെ ശുദ്ധമായിരിക്കണം, നമ്മുടെ വൈറ്റൽ എനർജീസിൻ്റെ ഒക്കെ ശുദ്ധമായിരിക്കണം. അപ്പോൾ ദൃഢമായിട്ടുള്ളൊരു വിശ്വാസം ഉണ്ടാവണമെങ്കിൽ തന്നെ നമ്മളുടെ ഉള്ളിലുള്ള
ശുചീകരണം നടന്നതിന് ശേഷം നമുക്കങ്ങനെ ദൃഢമായി വിശ്വസിക്കാൻ പറ്റില്ല. ദൃഢമായി വിശ്വസിച്ചാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ ഇതൊക്കെ നാം വിചാരിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യം മറ്റുള്ളവർക്ക് മുറിവേൽപ്പിക്കുന്നതായിരിക്കരുത്. അത് നമുക്ക് പല മടങ്ങായിട്ട് നമുക്ക് തിരിച്ചു വരുമെന്നുള്ള ബോധ്യം വേണം. കർമ്മനിയമങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ചിന്തകൾ വ്യക്തവുമായിരിക്കണം. അതായത് ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചിന്തകളല്ല. നമ്മുടെ ആഗ്രഹത്തിന് വളരെ ലാളിത്യം ഉണ്ടായിരിക്കണം. ലാളിത്യം മീൻസ് കുറഞ്ഞത് എന്നല്ല അർത്ഥം. അതിന് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. നമുക്ക് എന്താണ് വേണ്ടത്? ഒരു മിനി കൂപ്പർ കാറാണ് നിങ്ങൾക്ക് മേടിക്കേണ്ടത്. ഇപ്പോൾ ഇന്ത്യയിൽ മിനി കൂപ്പർ കാറൊക്കെ വന്നിട്ടുണ്ട്. അപ്പം മിനി കൂപ്പർ കാറാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ അതിനെ വ്യക്തതയോടുകൂടി അതിനെ കുറിച്ച് ഓർക്കണം. അതിൻ്റെ ഷേപ്പ് നിങ്ങളുടെ ഉള്ളിൽ അതെനിക്ക് മേടിക്കണം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് മിനി കൂപ്പർ. അത് മേടിക്കണമെങ്കിൽ അതിൻ്റെ കളറ് പോലും അതൊരു യെല്ലോ കളർ, ഒരു ഗോൾഡൻ യെല്ലോ കളറിന് മുകളിൽ കറുത്ത നിറത്തിലുള്ള വേറൊരു ഷെയ്ഡ്. വാട്ട് എ ഫണ്ടാസ്റ്റിക് ബ്യൂട്ടിഫുൾ. അതിനിങ്ങനെ മനസ്സിൽ സങ്കല്പിക്കുക, ചിന്തിച്ചു കൊണ്ടേയിരിക്കുക. ആ കാറിൻ്റെ സാന്നിധ്യം നിങ്ങളിൽ അനുഭവപ്പെടും. അത് ക്രമേണ അത് സെർട്ടനിറ്റി ഉണ്ടായിരിക്കുക നിങ്ങളുടെ ആഗ്രഹത്തിൽ. അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യപ്പെടും. അത് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. അത് പ്രകൃതിയുടെ താളമാണ്. നിങ്ങൾ എത്രമാത്രം ശുദ്ധീകരിക്കപ്പെട്ട് നന്മകൾക്ക് വേണ്ടിയുള്ള മാത്രം കാര്യങ്ങൾക്ക് ചെയ്യുമ്പോൾ, തിന്മകൾ ചെയ്താലും തിന്മകൾ ഇതുപോലെ തന്നെ വിചാരിച്ചാലും അത് സംഭവിക്കും. പക്ഷെ അത് ബ്ലാക്ക് മാജിക് പോലെയുള്ള മറ്റുള്ളവർക്ക് അപകടമുണ്ടാക്കുന്ന, മറ്റുള്ളവർക്ക് ദോഷമുണ്ടാക്കുന്ന ചിന്തയായിരിക്കും. അത് നിങ്ങൾക്ക് അറിയാം, നമുക്കറിയാം. നാം ചിന്തിക്കുന്ന നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത് മറ്റുള്ളവർക്ക് ദോഷത്തിനുള്ളതാണെങ്കിൽ അവർക്ക് ദോഷം സംഭവിച്ചാൽ അത് 10 മടങ്ങായിട്ട് നമ്മിലേക്ക് തിരിച്ചു വരുന്നത് നമുക്കറിയാവുന്നത് കൊണ്ട് അത് ശ്രദ്ധിക്കണം. നല്ല കാര്യങ്ങൾക്ക് മാത്രം ആ ചിന്തയുടെ ശക്തി ഉപയോഗിക്കണം. അപ്പോൾ നിങ്ങൾ വ്യക്തമായും ദൃഢമായും ശുദ്ധമായും ആവശ്യത്തോടുകൂടി എന്ത് ആഗ്രഹിച്ചാലും മറ്റുള്ളവർക്ക് ദോഷമില്ലാത്ത വിധത്തിൽ, ദോഷം വരാത്ത വിധത്തിൽ സ്നേഹത്തോടുകൂടി നിങ്ങളുടെ ആഗ്രഹത്തെ ചിന്തയിലേക്ക് കൊണ്ടുവന്ന് അതിനൊരു സെർട്ടനിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ ആ ചിന്തയെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ഈ പ്രപഞ്ചം നിങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഒരു തർക്കവുമില്ല. ഈ പ്രപഞ്ചം നിങ്ങളെ അതിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കും. ഓർമ്മയിരിക്കട്ടെ, ചിന്തയുടെ ഊർജ്ജശക്തി അപാരമാണ്. ഊർജത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല, അത്രമാത്രം ശക്തമാണ്. അപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് ദോഷകരമാണോ, ദോഷകരമായിട്ട് മറ്റുള്ളവർക്ക് ബാധിക്കുന്നതാണോ, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് എന്താണ്, എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ സ്ട്രെങ്ത് ഇല്ല എനർജിക്ക്, ചിന്തയ്ക്ക്. എനിക്കത് വേണമെന്നുള്ള ചിന്തയാണ്. ആ വേണമെന്ന് ചിന്തിക്കാനും എനിക്കത് കിട്ടുമെന്ന് വിചാരിക്കാനും ഉള്ള ശക്തി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള തമോ ഗുണങ്ങൾ കളയപ്പെടുമ്പോൾ ആ ശക്തിയിലേക്ക് നിങ്ങൾ കടന്നു വരികയും നിങ്ങൾ ചിന്തിക്കുന്നതൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് വരും. ശക്തമായി അത് പ്രകടമാവുന്നത്